ഇതിലിപ്പോ ക്രൂശിക്കപ്പെടുന്ന വിശ്വാസ് കുമാറാണ്. അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. NIA കസ്റ്റഡി പോലെ തന്നെയാണ്. ഒരു ഹോട്ടലിൽ ആരെ വിളിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള നിരീക്ഷണം. ഇത് പിന്നെ എന്താ പറയുക, ഇയാൾക്ക് ഭീകരവാദ ബന്ധമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നു. ഇയാൾ രക്ഷപ്പെട്ടത് അങ്ങനെ ഇയാളത് തുറന്നത് കൊണ്ടാണ്, ഇയാളാണ് അപകടം ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ വന്നാലല്ലേ ആ മനുഷ്യരെങ്കിലും ക്രൂശിക്കപ്പെടാതിരിക്കും. വിശ്വാസ് കുമാർ ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതിൽ ഞാനും കൂടി അങ്ങ് പെട്ടാ മതിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ ചിന്തിച്ചത്. രക്ഷപ്പെട്ട് വരേണ്ടതില്ലായിരുന്നു. അയാൾക്ക് വ്യക്തിപരമായ ഒരുപാട് നഷ്ടങ്ങളാണ്. അയാളുടെ സഹോദരൻ ഈ അപകടത്തിൽ മരിച്ചു. അയാളിപ്പോൾ വലിയൊരു മാനസിക സംഘർഷത്തിലാണ്. അപ്പോൾ അയാൾ അങ്ങനെ ചിന്തിച്ചു പോകും. ഇത് അയാളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിലെങ്കിലും അവസാനിപ്പിക്കും. കാരണം ഒരു വലിയൊരു അപകടം അയാളുടെ കൺമുമ്പിൽ കണ്ടതിൻ്റെ മാനസിക ആഘാതത്തിലായിരിക്കാം. സംഭവം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം അയാൾ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അയാൾ ആ അപകടത്തിൽ പെട്ടയാളാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ചിലർ അങ്ങനെയും പ്രചരിപ്പിക്കും ഇയാൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വരെ. പക്ഷെ അതിലൊന്നും വാസ്തവം അല്ല. അങ്ങനെ പ്രചരണം നടക്കുന്നു. കാര്യം അപകടത്തിൽ പെട്ടയാളാണെങ്കിൽ ഇത്ര നിസ്സാര പരിക്കുകളോടെ അയാൾ പുറത്തു വരില്ല. അതുകൊണ്ട് അയാൾ ആ വിമാനത്തിൽ ഇല്ലായിരുന്നു വരെയൊക്കെ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, അയാൾ എന്തോ ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അയാളെ ക്രൂശിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും ബ്ലാക്ക് ബോക്സ് ഏതായാലും പരിശോധിക്കുന്നുണ്ടല്ലോ. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടിയേക്കും.